ഹലോ, വെൽക്കം ബാക്ക് ടു ലേണിനോ. സോ ഇന്ന് ഒരുപാട് പേര് ചോദിച്ച ഒരു ഡൗട്ടിനുള്ള മറുപടി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കോഴ്സിനാണോ കോളേജിനാണോ പ്രിഫറൻസ് കൊടുക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ നമുക്കറിയാം, നമ്മൾ റാങ്ക് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. റാങ്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ആ സമയത്ത് ഓപ്ഷൻസ് കൊടുക്കണം അല്ലെ. അപ്പൊ അവിടെ കോഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, കോളേജിന് ഇമ്പോർട്ടൻസ് കൊടുക്കണോ എന്നുള്ളത്. ഇത് ശരിക്കും നമ്മൾ ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ നമുക്ക് കുറച്ച് കോളേജസ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതായത് നല്ല ഫെസിലിറ്റീസും നല്ല പ്ലേസ്മെന്റും ഫാക്കൽറ്റീസും ലൈബ്രറിയും ലാബും ഒക്കെയുള്ള കോളേജ് നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കോഴ്സ് അല്ല നമുക്ക് അവിടെ കിട്ടിയത് എന്ന് വിചാരിക്കാം. എന്തായിരിക്കും അതിന്റെ ഒരു സിനാരിയോ എന്ന് ഞാൻ പറയാം. ഇപ്പൊ ഫസ്റ്റ് ഇയറിൽ നമുക്ക് വലിയ ഇതൊന്നും ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ബ്രാഞ്ച് എടുത്താലും ഏകദേശം ഒരേ സബ്ജക്ട്സ് ആയിരിക്കും പഠിക്കാനുണ്ടാവുക. അപ്പൊ അതങ്ങനെ മാനേജ് ചെയ്തു പോകും. പക്ഷേ സെക്കൻഡ് ഇയർ മുതൽ നമ്മളുടെ കോർ പേപ്പേഴ്സ് ആണ് നമുക്ക് പഠിക്കാൻ വരാം. അപ്പൊ നമുക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു ബ്രാഞ്ച് നമ്മൾ ചൂസ് ചെയ്തിട്ട് അത് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമുക്ക് കോളേജ് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കോഴ്സിന് ഒരു കോളേജിൽ പോയി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ. ഇനി തിരിച്ച് ഇപ്പൊ നമ്മൾ കോഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു കോളേജ്, ഇപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മളുടെ പ്രിഫറൻസിൽ വെച്ചിരുന്ന ഒരു കോളേജ് അല്ല എന്നുണ്ടെങ്കിലും അത്യാവശ്യം ഫെസിലിറ്റീസും പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ആ കോളേജിൽ പോയിട്ട് നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സ് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഞാനിത് പറയാനുള്ള റീസൺ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കോഴ്സ് നമ്മൾ എടുത്ത് പഠിക്കുമ്പോഴത്തേക്കും കോർ സബ്ജക്ട്സ് വരുമ്പോൾ, ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൽ പഠിക്കേണ്ട സബ്ജക്ട്സ് അല്ല ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ പഠിക്കുന്നത്. എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഓക്കെ, സിവിൽ എഞ്ചിനീയറിംഗിൽ പഠിക്കുന്നത് വേറൊരു തരത്തിൽ പോകുന്ന കാര്യങ്ങളാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് വേറെ രീതിയിലാണ് സബ്ജക്ട്സ് പഠിക്കാനുള്ളത്. ഇനി ഇതൊക്കെ കഴിയട്ടെ, 4 വർഷം കഴിഞ്ഞ് നമ്മളൊരു ജോബിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ നമ്മൾ പഠിച്ചതിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യേണ്ടി വരിക. അപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കോഴ്സ് ഒരു ഇഷ്ടമുള്ള കോളേജിൽ പോയി പഠിക്കുന്നതിനേക്കാളും നമുക്ക് ഇഷ്ടമുള്ള ഒരു കോഴ്സ് നമ്മൾ അത്ര ഒരു പ്രിഫർ ചെയ്യുന്നില്ലെങ്കിലും, അപ്പോൾ ഫെസിലിറ്റീസ് നോക്കണം. ഓക്കെ, ഒട്ടും ഫെസിലിറ്റീസ് ഇല്ലാത്ത ഒരു കോളേജിൽ പോയി നമ്മൾ ഇഷ്ടമുള്ള കോഴ്സ് പഠിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും നമുക്ക് കോഴ്സിന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കാം, പ്രിഫറൻസ് കൊടുക്കാം എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ. കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന കോളേജിൽ ഇത് എടുക്കുന്നതാണോ ഇന്ന കോളേജിൽ ഇത് എടുക്കുന്നതാണോ നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ കോളേജിനും കോഴ്സിനുള്ള പ്രിഫറൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ ഇതാണ് അതിനുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഇനി ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ വീഡിയോ ഉടനെ തന്നെ വരും. അതായത് നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് ഓപ്ഷൻ കൊടുക്കാനായിട്ട് പറ്റുക, എങ്ങനെ കോളേജും കോഴ്സും ഒക്കെ ചൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. ഇത് കീമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് അപ്ഡേറ്റ്സ് നമ്മളുടെ ചാനലിൽ വരുന്നതായിരിക്കും. താങ്ക് യു.